learners, welcome to Happy School by IFER. I am Janisha. പല ആളുകൾക്കും സ്റ്റേജിൽ കയറി നിന്ന് കോൺഫിഡൻറ്റോട് കൂടെ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ഒരു സ്പീച്ച് പറയണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ പല ആൾക്കാരും പങ്കെടുക്കാറുണ്ട്. പക്ഷേ അത് എങ്ങനെ ഡെലിവർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ള അറിയാത്തത് കൊണ്ട് പല ആളുകളും അതിൽ പങ്കെടുക്കാതിരിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ ഒരു സ്പീച്ച് എഴുതി കോൺഫിഡൻസോട് കൂടെ ഡെലിവർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ സ്പീച്ച്? സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. എ സ്പീച്ച് ഈസ് എ ഫോർമൽ ടോക്ക് ഗിവൺ ടു ആൻ ഓഡിയൻസ്. സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോർമൽ ടോക്കാണ്, ഒരു ഫോർമൽ ആയിട്ടുള്ള ടോക്ക്. അപ്പോൾ അതിലെന്താണ്? നല്ല ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം അല്ലേ. ഫോർമൽ ടോക്കിൽ നമ്മൾ കൊളോക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ, നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആർക്കാണ് ഡെലിവർ ചെയ്യണത്? ടു ആൻ ഓഡിയൻസ്, ഒരു കൂട്ടം ആളുകളിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഒരു ഫോർമൽ ടോക്കിനെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻഫോർമേറ്റീവ്, പെർസുവേസീവ് ഓർ ഇൻസ്പയറിംഗ്. അപ്പം നമ്മൾ സ്പീച്ച് എന്തിനൊക്കെ വേണ്ടിയിട്ട് പറയാം? ഒരാൾക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഡിയൻസിന് എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സ്പീച്ച് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ പെർസ്യൂസീവ്, ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിലൊക്കെ ഇപ്പോൾ ലഹരി വിരുദ്ധ ക്ലാസ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് ഒരു കൂട്ടം ആളുകളെ പെർസ്യൂസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ എന്താണ് ഇൻസ്പയറിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയർ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്താണ് മോട്ടിവേഷൻ സ്പീക്കൊക്കെ തരാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അല്ലേ. ദെൻ നമുക്ക് അതിലെടുക്കാൻ പറ്റുന്ന കോമൺ ടോപ്പിക്സ് ആണ് എൻവയോൺമെൻറ്റ്, ഹെൽത്ത്, സോഷ്യൽ മീഡിയ. അത് നമ്മളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ചൂസ് ചെയ്യാം. ദെൻ എങ്ങനെയാണ് ഒരു സ്പീച്ച് നമ്മൾ എഴുതുക? ഒരു സ്പീച്ചിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സ്പീച്ചിൻ്റെ ഫോർമാറ്റിൽ ഫസ്റ്റ് എന്താ വേണ്ടത്? ഫസ്റ്റ് ഗ്രീറ്റിങ്സ് പറയണം. നമ്മൾ എന്താണ് വെറുതെ ചെന്നുകാണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ എല്ലാറ്റിനും ഒരു തുടക്കവും പിന്നെ അതുപോലെ എന്താണ് ഒരു കൺക്ലൂഷനും വേണം. അപ്പോൾ തുടക്കത്തിൽ എന്താണ് നമ്മളൊരു ഗ്രീറ്റിങ്സ് ഒക്കെ പറഞ്ഞു. എങ്ങനെ നമുക്ക് ഗ്രീറ്റിങ്സ് പറയാം? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഗ്രീറ്റിങ്സ് പറഞ്ഞു വേണം ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. നമ്മൾ പറയുന്ന ടോപ്പിക്ക്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ബ്രീഫ്ലി, നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കിനെ ബ്രീഫായിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. പിന്നുള്ളതാണ് ബോഡി എന്ന് പറയുന്നത് ആ ഒരു സ്പീച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ 2-3 മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് പിന്നെ അതുപോലെ അതിലേക്ക് ഷോർട്ട് എക്സാമ്പിളും കൂടെ ആഡ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ആ ഒരു സ്പീച്ചിൻ്റെ ബോഡി സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ വേണ്ടതാണ് കൺക്ലൂഷൻ. നമ്മളൊരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് സ്പീച്ച് പറയുന്നത് എന്തിനാണ്? ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലാണ്ട് ഇൻസ്പയർ ചെയ്യാൻ, പെർസ്യൂസീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കൺക്ലൂഡ് ചെയ്യുന്ന ടൈമിൽ എന്താണ് അങ്ങനെയാണ് പോയി കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കോട്ട് വെച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് അവർക്ക് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കോൾ ടു ആക്ഷൻ, അവരോട് എന്താണ് പ്രവർത്തിച്ച് കാണിക്കാൻ പറഞ്ഞാണ് നമ്മൾ എന്താണ് ആ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് പറയേണ്ടത് എന്താണ്? താങ്ക് യു എന്നുള്ളതാണ്. നമ്മൾ അത്രയും നേരം ലിസൺ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് ഒരു താങ്ക്സ് പറയാന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്കൊരു സാമ്പിൾ സ്പീച്ച്, ഒരു സ്പീച്ചിൻ്റെ ഒരു മോഡൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പീച്ചിൽ ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്ക് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം എന്ന് പറയുന്ന ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളുടെ ലൈഫിൽ ആസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ നമ്മളുടെ ഒരു ലൈഫിൽ എത്രത്തോളം ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ ആ ഒരു സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ആ ടോപ്പിക് ഗ്രീറ്റിങ്സ് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് ആ ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ദെൻ ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ, എന്താണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ എന്താണ് ഇത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ അതിനുള്ള റോള്, ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ എന്താണ് നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിനൊരു എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ അതെങ്ങനെ വരിക വെച്ചാൽ നമുക്ക് എന്താണ് നല്ലൊരു സ്റ്റഡി ഹാബിറ്റ്സ് വേണം, ക്ലാസ് റൂമിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം. പിന്നെ അതുപോലെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഒരു നല്ലൊരു കോട്ട് വെച്ചിട്ട് എന്താണ് നമുക്ക് ഈ ഒരു ഡിസിപ്ലിൻ എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സ്പീച്ച് നമുക്ക്
കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനൊരു മോഡൽ നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയണത് നോക്കാൻ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ഫസ്റ്റ് എന്താണ് ഗ്രീറ്റിംഗ്സ് പറയണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഗ്രീറ്റിംഗ്സ് സെറ്റായി ഇല്ലേ. പിന്നുള്ളത് എന്താണ് ടുഡേ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഡിസിപ്ലിൻ. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയണത് എന്നുള്ളത് ആ ഒരു ടോപ്പിക്കിനെ ബ്രീഫായിട്ട് എന്താണ് ഇവിടെ ഇൻട്രൊഡ്യൂസും ചെയ്തു അല്ലേ. പിന്നുള്ളത് എന്താ ഡിസിപ്ലിൻ മീൻസ് ഫോളോയിങ് റൂൾസ് ബീയിങ് ഓൺ ടൈം. അപ്പോൾ പിന്നുള്ളതിൽ എന്താണ് പിന്നുള്ള ഈ ബോഡി പാർട്ടിൽ ഈ ഒരു ബോഡി പാർട്ടാണ്, ഇതാണ് ബോഡി പാർട്ട്. ഈ ഒരു ബോഡി പാർട്ടിൽ എന്താണ് ഡിസിപ്ലിൻ എന്താണ്, ഡിസിപ്ലിൻ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ലൈഫിൽ വരുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ദെൻ നമുക്ക് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഒരു കോട്ട് ആഡ് ചെയ്തിക്കണു, ഒരു മെസ്സേജ് ഒക്കെ തന്നിട്ട് ലാസ്റ്റ് ഇതാക്കണു താങ്ക് യു ആൻഡ് ഹാവ് എ ഡിസിപ്ലിൻഡ് ഡേ എഹെഡ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് അവസാനിക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ എന്ത് വേണമെങ്കിലും എഴുതാം. ഫസ്റ്റ് എന്താണ് ഒരു ഗ്രീറ്റിംഗ്സ് വേണം, പിന്നെ ഒരു നമ്മൾ പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതിനുശേഷം ബോഡി പാർട്ട്, പിന്നെ കൺക്ലൂഷൻ, ലാസ്റ്റ് എന്താണ് താങ്ക് യു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് കോൺഫിഡൻസോട് കൂടെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അത് ഫോളോ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണ് യൂസ് സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, നമ്മളെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് മനസ്സിലാകുന്ന വിധത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. പിന്നുള്ളത് എന്താണ് പ്രാക്ടീസ് അലൗഡ്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് പറയല് അത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പറയും. നമ്മൾ തുടക്കക്കാരെന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഡിയൻസിന് മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം പറയാൻ. പിന്നുള്ളത് എന്താണ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. നമ്മൾ എന്താണ് നമ്മുടെ ഓഡിയൻസായിട്ടുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നുള്ളത് വോയിസ് ക്ലാരിറ്റി, ക്ലിയർ ആയിട്ട് പറയുക. നമ്മൾ എന്താണ് പറയുന്നത് അത് നല്ല വോയിസ് ക്ലാരിറ്റിയോട് കൂടെ ക്ലിയർ ആയിട്ട് പറയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പീച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിററിൻ്റെ മുന്നിൽ കഴിയണതും മിററിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ വോയിസ് ക്ലാരിറ്റിയോടുകൂടി സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് അലൗഡ് ആയിട്ട് ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ. താങ്ക് യു.